ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് ലീനറൈസേഷൻ ആണ്. ഇനി പഠിക്കുന്നത് കോൺകേവിറ്റി ആണ്. കോൺകേവിറ്റി ഇപ്പം നമ്മൾ y ഈക്വൽ ടു എക്സ് സ്ക്വയർ എക്സ് ക്യൂബ് എന്ന് പറയുന്ന കർവ് എടുക്കുക. y ഈക്വൽ ടു എക്സ് ക്യൂബ്, ഇതാണ് കർവ്. ഇങ്ങനെ കർവ്. ഇപ്പം ഈ ലെഫ്റ്റ് സൈഡിലുള്ള ഇൻ്റർവെല് മൈനസ് ഇൻഫിനിറ്റി മുതൽ 0 വരെയാണ്. മൈനസ് ഇൻഫിനിറ്റി 0 ആണ് ലെഫ്റ്റ് സൈഡിലുള്ള ഇൻ്റർവെല്. അവിടെ ഈ ലൈൻ ഈ കർവ് വരുന്നത് ടാൻജന്റ് ലൈനിൻ്റെ താഴെയാണ്. ടാൻജന്റ് ലൈനിൻ്റെ താഴെയാണ്. അപ്പോൾ ഇതിൻ്റെ സ്ലോപ്സ് എന്ത് ചെയ്യും? ടാൻജന്റ് ലൈൻ സ്ലോപ്സ് എന്ത് ചെയ്യും? ഡിഗ്രീസ് ചെയ്യുവാണ്. സ്ലോപ്സ് ഡിഗ്രീസ് ചെയ്യുവാണ്. ഈ ഇൻ്റർവെല്ലിൽ 0ക്ക് ശേഷമോ ഈ കർവ് വരുന്നത് സ്ലോപ്സിൻ്റെ മുകളിലാണ്. അവിടെ എന്ത് ചെയ്യുന്നു? ടാൻജന്റ് ലൈൻ അല്ലെങ്കിൽ സ്ലോപ്സ് ഇൻക്രീസ് ചെയ്യുവാണ്. ആദ്യം ഇങ്ങനെ ഉണ്ടാവും, പിന്നെ അത് ഇൻക്രീസ് ചെയ്ത് മുകളിലേക്ക് ഇൻക്രീസ് ആണ്. ആദ്യത്തെ പോർഷനിൽ എഫ് ഡാഷ് ഡിഗ്രീസ് ചെയ്യുവാണ്. ഇവിടെ നമ്മൾ കോൺകേവ് ഡൗൺ ആണ്. ഇതുണ്ടോ? കോൺകേവ് ഡൗൺ കണ്ടോ? ഇവിടെ കോൺകേവ് അപ്പാണ്. ഇത് കോൺകേവ് അപ്പ്. ഇതാണ് ഇത് ഗ്രാഫ് ഓഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ക്യൂബ് ഈസ് കോൺകേവ് ഡൗൺ മൈനസ് ഇൻഫിനിറ്റി 0 ആൻഡ് കോൺകേവ് അപ്പ് 0 ഇൻഫിനിറ്റി. ഈ പോയിന്റ് ഇവിടെയാണ് നമ്മൾ കോൺകേവിറ്റി എന്ന് പറയുന്നത്. ഇത് കണ്ടോ? ദ ഗ്രാഫ് ഓഫ് ഡിഫറൻറ്റ് ഫംഗ്ഷൻ y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഈസ് കോൺകേവ് അപ്പ് ഓൺ ആൻ ഇൻ്റർവെൽ I if f dash is increasing. f dash is increasing ആണെങ്കിൽ കോൺകേവ് അപ്പ്. ഇതിൻ്റെ കോൺകേവ് അപ്പ്. ആൻഡ് കോൺകേവ് ഡൗൺ ഓൺ ആൻ ഇൻ്റർവെൽ ഓപ്പൺ ഇൻ്റർവെൽ I if f dash is decreasing. കോൺകേവ് ഡൗൺ എന്ന് പറയുമ്പോൾ എഫ് ഡാഷ് ഡിഗ്രീസ് ചെയ്യുവാണെങ്കിൽ കോൺകേവ് ഡൗൺ എന്ന് പറയും. നെക്സ്റ്റ്, എ ഫംഗ്ഷൻ whose graph is concave up is also called convex. കോൺകേവ് അപ്പ് ആണെങ്കിൽ അതിനെ കോൺവെക്സ് കർവ് എന്നും കൂടെ പറയും, ഗ്രാഫ് എന്നും കൂടെ പറയും. അത് നിങ്ങൾക്ക് ഓർമ്മ വേണം. ഓക്കെ, ദെൻ അടുത്ത് നമ്മൾ ഇത് സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് ആണ്. ലെറ്റ് y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ബി ട്വൈസ് ഡിഫറൻഷ്യബിൾ ഓൺ ആൻ ഇൻ്റർവെൽ I if f 2 dash greater than 0 on I, the graph of f over I is concave up. And if f double dash less than 0 on I, the graph of f over I is concave down. ഇതാണ് കോൺകേവ് അപ്പ് ആണോ കോൺകേവ് ഡൗൺ ആണോ എന്ന് അറിയാനായിട്ട് നമ്മൾ ഈ ടെസ്റ്റാണ് ചെയ്ത് നോക്കുക. സെക്കൻഡ് ഡെറിവേറ്റീവ് നോക്കും. സെക്കൻഡ് ഡെറിവേറ്റീവ് നോക്കിയാൽ സെക്കൻഡ് ഡെറിവേറ്റീവ് പോസിറ്റീവ് ആണെങ്കിൽ, ഇപ്പം y ഈക്വൽ ടു എക്സ് ക്യൂബിൻ്റെ സെക്കൻഡ് y ഈക്വൽ ടു എക്സ് ക്യൂബ് അതിൻ്റെ y ഡാഷ് എന്തായിരിക്കും? 3x സ്ക്വയർ. y2 ഡാഷ് എന്തായിരിക്കും? y2 ഡാഷ് 6x. അപ്പം 6x പോസിറ്റീവ് ആണെങ്കിൽ അവിടെ എന്താ പറയുന്നത്? കോൺകേവ് അപ്പ്. 6x പോസിറ്റീവ് ആകുന്ന ഇതിനു മുമ്പ് എന്താ? ഇവിടെ എന്തായിരിക്കും? 6x പോസിറ്റീവ് ആണ്. അതുകൊണ്ട് 0 ഇൻഫിനിറ്റിയിൽ ഇത് കോൺകേവ് അപ്പാണ്. ഇനി 6x ഇവിടെ എന്തായിരിക്കും? 6xൻ്റെ വാല്യൂ ലെഫ്റ്റ് സൈഡിൽ 0 വരെ 6xൻ്റെ വാല്യൂ നെഗറ്റീവ് ആണ്. അപ്പോൾ അവിടെ എന്തായിരിക്കും? കോൺകേവ് ഡൗൺ. അതാണ് നമ്മളിവിടെ ഇതുണ്ടോ ഈ പ്രോബ്ലം ചെയ്തിരിക്കുന്നത്. അതാണ് y ഈക്വൽ ടു എക്സ് ക്യൂബ് കോൺകേവ് ഡൗൺ മൈനസ് ഇൻഫിനിറ്റി 0യിൽ കോൺകേവ് ഡൗണും 0 ഇൻഫിനിറ്റിയിൽ കോൺകേവ് അപ്പുമാണ്. y2 ഡാഷ് ഈക്വൽ ടു 6x. ദെൻ നമുക്ക് ചോദിക്കാം y ഈക്വൽ ടു എക്സ് സ്ക്വയർ. അവിടെ y ഡാഷ് എന്തായിരിക്കും? 2x. y2 ഡാഷ് എത്രയായിരിക്കും? 2. ഓൾവേസ് പോസിറ്റീവ് ആണ്. അപ്പോൾ അതെന്തായിരിക്കും? ആ കർവ് ഓൾവേസ് കോൺകേവ് അപ്പാണ്. ഇത് കണ്ടോ? y ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്ന് പറയുന്ന ഈ കർവ് ഇത് ഓൾവേസ് കോൺകേവ് അപ്പാണ്. ദ ഗ്രാഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ഈസ് കോൺകേവ് അപ്പ് ഓൺ എവരി ഇൻ്റർവെൽ.
എപ്പോഴും കോൺകേവ് അപ്പ് ആയിരിക്കും. അപ്പോൾ സെക്കൻഡ് ഡെറിവേറ്റീവ് പോസിറ്റീവ് ആണെങ്കിൽ കോൺകേവ് അപ്പും, സെക്കൻഡ് ഡെറിവേറ്റീവ് നെഗറ്റീവ് ആണെങ്കിൽ കോൺകേവ് ഡൗണും ആയിരിക്കും. ദെൻ ഡിറ്റർമിൻ ദ കോൺകേവിറ്റി ഓഫ് y ഈക്വൽ ടു 3 പ്ലസ് സൈൻ എക്സ് ഓൺ 0 ഇൻഫിനിറ്റി. അപ്പം y2 ഡാഷ് എന്തായിരിക്കും, y ഡാഷ് എന്തായിരിക്കും, കോസ് എക്സ്, y2 ഡാഷോ മൈനസ് സൈൻ എക്സ്. ഇതാണ് y ഈക്വൽ 3 പ്ലസ് സൈൻ എക്സിൻ്റെ കർവ് ഇതാണ്. അത് y2 ഡാഷിൻ്റെ കർവ് ഇതുമാണ്. y2 ഡാഷ് y2 ഡാഷ് നെഗറ്റീവ് ആകുന്ന എപ്പോഴാണ്, ഇതാ ഈ ഇൻ്റർവെൽ, ഇത് 0 മുതൽ പൈ വരെ y2 ഡാഷ് നെഗറ്റീവാണ്. അപ്പോൾ 0 മുതൽ പൈ വരെ ഇതെന്തായിരിക്കും, കോൺകേവ് ഡൗൺ ആണ്. നെഗറ്റീവ് ആയതുകൊണ്ട് കോൺകേവ് ഡൗൺ ആണ്. ഇനി ഇവിടെ എന്തായിരിക്കും, y2 ഡാഷ് പോസിറ്റീവാണ്. അപ്പം 0 മുതൽ 2π വരെ y2 ഡാഷ് പോസിറ്റീവാണ്. സൈനിൻ്റെ വാല്യൂ അവിടെ പോസിറ്റീവ് ആയിരിക്കും. അപ്പം 0 മുതൽ 2π വരെ ഈ തന്നിരിക്കുന്ന കർവ് എന്തായിരിക്കും, കോൺകേവ് അപ്പാണ്. അതാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇത് നിങ്ങൾ ഇതുണ്ടോ, കണ്ടോ, the first derivative y equal to 3 plus sin x is y dash equal to cos x, and second derivative is y dash equal to minus sin x. Then is concave down, 0 to pi concave down ആണ്, കാരണം y2 dash നെഗറ്റീവ് ആണ്. and it is concave up on pi to pi, കാരണം y2 dash equal to minus sin x is positive. അപ്പം ഇത് ഇവിടെ കോൺകേവ് ഡൗണും ഇവിടെ കോൺകേവ് അപ്പും. ഇവിടെ എന്താണ്, ഇവിടെ സെക്കൻഡ് ഡെറിവേറ്റീവ് നെഗറ്റീവാണ്, അവിടെ കോൺകേവ് ഡൗൺ, ഇവിടെ സെക്കൻഡ് ഡെറിവേറ്റീവ് പോസിറ്റീവാണ്, ഇവിടെ അതുകൊണ്ട് കോൺകേവ് അപ്പ്. നെക്സ്റ്റ്, പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ ഡെഫിനിഷൻ. എ പോയിന്റ് സി എഫ് ഓഫ് സി വേർ ദ ഗ്രാഫ് ഓഫ് ദ ഫംഗ്ഷൻ ഹാസ് എ ടാൻജന്റ് ലൈൻ and where the concavity change is a point of inflection. എന്ന് പറഞ്ഞാൽ സി എഫ് ഓഫ് സി എന്ന് പറയുന്ന പോയിന്റിൽ ടാൻജന്റ് ഉണ്ടാവുകയും വേണം. ടാൻജന്റ് എന്ന് വെച്ചാൽ ഫസ്റ്റ് ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യണം. അതുപോലെ തന്നെ ആ പോയിന്റിൽ നിന്ന് കോൺകേവിറ്റി ചേഞ്ച് ചെയ്യണം. ഒന്ന് കോൺകേവ് അപ്പിൽ നിന്ന് ഡൗണിലേക്കോ അല്ലെങ്കിൽ ഡൗണിൽ നിന്ന് അപ്പിലേക്കോ ചേഞ്ച് ചെയ്യണം. അങ്ങനെയുള്ള പോയിന്റിനെയാണ് നമ്മൾ പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അറ്റ് എ പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ സി എഫ് ഓഫ് സി ഐദർ f2 dash c is 0 or f2 dash c fail to exist. അപ്പോൾ പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷനിൽ എന്ത് ചെയ്യണം, ആ പോയിന്റിൽ സി എഫ് ഓഫ് സിയിൽ ടാൻജന്റ് ഉണ്ടായിരിക്കണം. എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യണം, ടാൻജന്റ് ഉണ്ടായിരിക്കണം. രണ്ടാമത്തെ കണ്ടീഷൻ, ഒന്നുകിൽ സെക്കൻഡ് ഡെറിവേറ്റീവ് അവിടെ 0 ആയിരിക്കണം, അല്ലെങ്കിൽ സെക്കൻഡ് ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യാൻ പാടില്ല. അപ്പോൾ നമുക്കൊരു ഗ്രാഫ് നോക്കാം. ഡിറ്റർമിൻ ദ കോൺകേവിറ്റി ഓഫ് ദ പോയിന്റ് എഫ് ഓഫ് എക്സ് ഇക്വൽ ടു എക്സ് ക്യൂ മൈനസ് 3x² പ്ലസ് 2. ഇതാണ് അതിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ്. ഇത് സെക്കൻഡ് ഡെറിവേറ്റീവ് 6x മൈനസ് 6. അപ്പോൾ 6x മൈനസ് 6ൽ ഇത് നെഗറ്റീവ് ആകുന്നപ്പോഴാണ് എക്സ് ലെസ് ദാൻ 1ൽ നെഗറ്റീവാണ്. എക്സ് ലെസ് ദാൻ 1 എന്ന് പറഞ്ഞാൽ ഈ പോയിന്റാണ്. ഈ പോയിന്റിൽ വരെ സെക്കൻഡ് ഡെറിവേറ്റീവ് നെഗറ്റീവാണ്. എക്സ് ഗ്രേറ്റർ ദാൻ 1ൽ സെക്കൻഡ് ഡെറിവേറ്റീവ് പോസിറ്റീവാണ്. അപ്പോൾ എക്സ് ഈക്വൽ ടു 0യിൽ എന്തായിരിക്കും, എക്സ് ഈക്വൽ ടു 0യിൽ എക്സ് ഈക്വൽ ടു 1ൽ അത് 0 ആണ്. അപ്പോൾ എന്താണ്, ഇവിടെ എക്സ് ലെസ് ദാൻ 1ൽ കോൺകേവ് ഡൗണും, എക്സ് ലെസ് ദാൻ 1 ഇത് എവിടെയാണ്, എക്സ് ലെസ് ദാൻ 1ൽ കോൺകേവ് ഡൗണും, എക്സ് ഗ്രേറ്റർ ദാൻ 1ൽ കോൺകേവ് അപ്പും, എക്സ് ഈക്വൽ ടു 1ൽ ഇതിൻ്റെ പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷനുമാണ്. അതാണ്. അപ്പോൾ അതിൻ്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് എന്തായിരിക്കും, സെക്കൻഡ് ഡെറിവേറ്റീവ്
അവിടെ അറ്റ് പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ ഇവിടെ സെക്കൻഡ് ഡെറിവേറ്റീവ് എന്താണ്? 0 ആണ്. എക്സ് ഈക്വൽ ടു 1-ൽ 0 ആണ് സെക്കൻഡ് ഡെറിവേറ്റീവ്. അത് ഓക്കെ. ദെൻ ഇത് നോക്കുക, അടുത്ത കർവ് നോക്കുക. എക്സാമ്പിൾ 4. ദ ഗ്രാഫ് ഓഫ് എഫ് ഓഫ് എക്സ് എക്സ് ടു പവർ ഓഫ് 3/5 എക്സ് ടു പവർ ഓഫ് 5/3 സോറി എക്സ് ടു പവർ ഓഫ് 5/3 5x to the power of 5/3 y equal to x to the power of 5/3. അപ്പം y ഡാഷ് എന്തായിരിക്കും? ഇതാണ് y ഡാഷ്, ഇതാണ് y ഡാഷ്. y2 ഡാഷോ? y2 ഡാഷ് ഇതാണ്. ഇവിടെ ഇതിൻ്റെ സെക്കൻഡ് ഡെറിവേറ്റീവ്, ഇവിടെ സെക്കൻഡ് ഡെറിവേറ്റീവ് 0 ഇതാ. ഇത് 10/9 ഇൻറ്റു 1/x⁻1/3 എന്നാണ്. x⁻−1/3 എന്ന് പറഞ്ഞാൽ 1/x⁻1/3 എന്നാണ്. അപ്പോൾ ഇവിടെ എക്സിൻ്റെ വാല്യൂ എക്സ് ഈക്വൽ ടു 0-ൽ ഇതിൻ്റെ വാല്യൂ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. സെക്കൻഡ് ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. സെക്കൻഡ് ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. എക്സ് ലെസ് ദാൻ 0 ആണെങ്കിൽ എഫ് ഡാഷ് എക്സ് എന്തായിരിക്കും? നെഗറ്റീവാണ്. ഇതിൽ എക്സ് ലെസ് ദാൻ 0-ൽ f2 ഡാഷ് എക്സ് നെഗറ്റീവും എക്സ് ഗ്രേറ്റർ ദാൻ 0-ൽ f2 ഡാഷ് എക്സ് പോസിറ്റീവുമാണ്. അപ്പോൾ എക്സ് ഈക്വൽ ടു 0-ൽ ഈ ഫംഗ്ഷൻ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ എക്സ് ഈക്വൽ ടു 0-ൽ ഈ ഫംഗ്ഷൻ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ഈ പോയിന്റ് ആണ് എക്സ് ഈക്വൽ 0. അപ്പോൾ അതിൻ്റെ ആ പോയിന്റ് ആണ് അതിൻ്റെ പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ. അതാണ് പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ. ആ പോയിന്റ് അത് പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ ആകാനുള്ള കാരണം എന്താ? 0-ൽ അതിന് ടാൻജൻ്റ് ഉണ്ട്. ഇതാണ് 0-ൽ അതിൻ്റെ ടാൻജൻ്റ്. അല്ലെങ്കിൽ ഇതാ 0-ൽ ഫസ്റ്റ് ഡെറിവേറ്റീവ് 0 ആകുന്നത് 0-ലാണ്. സെക്കൻഡ് ഡെറിവേറ്റീവ് എന്തായിരിക്കും? 0-ൽ താഴെയാവുമ്പോൾ നെഗറ്റീവും 0-ൽ കൂടുതലാവുമ്പോൾ പോസിറ്റീവ് ആയിരിക്കും. 0-ൽ അത് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ട് 0-ൻ്റെ ഒരു പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ ആണ്. നെക്സ്റ്റ് എക്സാമ്പിൾ 5. The curve y equal to x raised to 4 has no point of inflection. ഇതാണ് y equal to x raised to 4. ഇതിൻ്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് എന്താ? സെക്കൻഡ് ഡെറിവേറ്റീവ് y2 ഡാഷ് ഈക്വൽ ടു 12x² ആണ്. ഇത് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും, ഇതൊരിക്കലും നെഗറ്റീവ് ആവില്ല. അതുകൊണ്ട് എന്താ? ഇതിന് 0-ൽ ഇതിനൊരു ടാൻജൻ്റ് ഉണ്ട്. പക്ഷേ 0-ൽ ടാൻജൻ്റ് ഉണ്ടെങ്കിലും സെക്കൻഡ് ഡെറിവേറ്റീവ് ചേഞ്ച് ചെയ്യാത്തതുകൊണ്ട് ഇതിന് പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ ഇല്ല. Then next problem y ഇതാണ് എക്സാമ്പിൾ. y equal to x raised to 1/3. ഇതിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് ഇതാണ്, സെക്കൻഡ് ഡെറിവേറ്റീവ് ഇതെന്താ? ഇത് x equal to 0-ൽ താഴെ സെക്കൻഡ് ഡെറിവേറ്റീവ്. ഇതിന് x equal to ഇതുണ്ടോ? x ലെസ് ദാൻ 0-ൽ ഇതിൻ്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് പോസിറ്റീവാണ്. ഇവിടെ പോസിറ്റീവാണ്. എക്സ് ഗ്രേറ്റർ ദാൻ 0-ൽ ഇവിടെ നെഗറ്റീവാണ്. അപ്പോൾ പോസിറ്റീവ് ആയതുകൊണ്ട് കോൺകേവ് അപ്പ് ആയിരിക്കും, നെഗറ്റീവ് ആയവർക്ക് കോൺകേവ് ഡൗൺ ആയിരിക്കും. ഇതിൻ്റെ 0 എന്താണ്? 0-ൽ ഇതിൻ്റെ ഇത് സെക്കൻഡ് ഡെറിവേറ്റീവ് 0-ൽ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ഇത് 0-ൽ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. കാരണം x⁻−5/3 ആണ്. അപ്പോൾ 1/x⁻5/3-ൽ ഇതുണ്ടോ? x⁻−5/3 എന്ന് x⁻1/x⁻. 0-ൽ ഇത് എക്സിസ്റ്റ് ചെയ്യുന്നില്ല, സെക്കൻഡ് ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ട് 0-ൽ അതിന് പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ ഉണ്ടാകാം. പക്ഷേ 0-ൽ എന്തുണ്ടാവണം? ടാൻജൻറ്റ് കൊണ്ടാണ്. 0-ൽ ഇത് എക്സിസ്റ്റ് ചെയ്യുന്നില്ലെങ്കിലും ഇതിൻ്റെ കർവിൽ 0-ൽ ഇതിന് വെർട്ടിക്കൽ ടാൻജൻ്റ് ഉണ്ട്. അതുകൊണ്ടാണ് എക്സിസ്റ്റ് ചെയ്യാതെ പോകുന്നത്. ടാൻജൻ്റ് ഉണ്ടായാൽ മതി.
ഡെറിവേറ്റീവ് ഫസ്റ്റ് ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ടാൻജന്റ് ഉണ്ടാവും. ഫസ്റ്റ് ഡെറിവേറ്റീവ് ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നില്ല, ഫെയിൽ ടു എക്സിസ്റ്റ് ആണ് സീറോയിൽ. വൈ ഡാഷ് ഇതാണ് 1/x⁴ ആണ്. എക്സിൽ ഈക്വൽ ടു 0 ഇതിൽ എക്സിസ്റ്റ് ചെയ്യുന്നില്ല, പക്ഷേ x ഈക്വൽ ടു 0 എന്നാവും. ഇതിന്റെ വെർട്ടിക്കൽ ടാൻജന്റ് ഉണ്ട്, ഈ ഫിഗർ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം. അതുകൊണ്ട് ഈ ഫംഗ്ഷൻ y ഈക്വൽ ടു x⁴ 1/3 എന്ന് പറയുന്ന കർവിന് x ഈക്വൽ ടു 0യിൽ പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ ഉണ്ട്. എക്സ് ലെസ് ദാൻ 0യിൽ അതിന്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് പോസിറ്റീവാണ്. ഇവിടെ സെക്കൻഡ് ഡെറിവേറ്റീവ് പോസിറ്റീവാണ്. എക്സ് ഗ്രേറ്റർ ദാൻ 0യിൽ അതിന്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് നെഗറ്റീവാണ്. എക്സ് ഈക്വൽ ടു 0യിൽ അതിന്റെ ടാൻജന്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എക്സ് ഈക്വൽ ടു 0 എന്താ, അതിന്റെ ഒരു പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ ആണ്. ഓക്കെ, ഇതാണ് y, ഇതാണ് അതിന്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ്, ഇതാണ് y ഡാഷ്, ഇതതിന്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് y2'. അപ്പം ഇവിടെ നമ്മൾ 0 അതിൻ്റെ പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ ആണ്. നമ്മളിവിടെ ഈ വീഡിയോ നിർത്തുകയാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.